കാനായിലെ കല്യാണം ഏതിൽപ്പെട്ടതാ? പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലോ അതിനു മുമ്പോ? അതിനു മുമ്പ്. അതായത് പന്തക്കസ്താ ദിനം വഴി മനുഷ്യന് ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ജോലി ആരേറ്റെടുത്തു? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ബൈബിൾ പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ പഴയ നിയമത്തിൽ ബൈബിളിൽ ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും, യഹൂദന്മാര് അല്പം സന്തോഷത്തിന് വേണ്ടി അല്പം വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ പഴയ നിയമത്തിൽ പോലും സുഭാഷിതങ്ങള് 23:29 പറയുന്നു, ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങുമ്പോൾ നീ അത് നോക്കിയിരിക്കരുത്. കുടിക്കരുതെന്നല്ല, നോക്കിപ്പോലും ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഈ സാധനം സൂക്ഷിക്കരുത്. മറ്റൊന്ന്, ധ്യാനവും കഴിഞ്ഞ് പോകുമ്പോ 2-3 അക്ഷരം ഉണ്ടല്ലോ എല്ലായിടത്തും. കള്ള, ചാരായം, 2-3 അക്ഷരം അല്ലേ? നീ നോക്കരുത് ആ ബോർഡിലോട്ട്. നോക്കിയാൽ എന്നാ വരാനാ? ഈ ചെകുത്താന് ഒരു മാഗ്നറ്റിക് പവറുണ്ട്. ഈ മദ്യത്തിന്റെ ആസക്തിയുള്ളവരെ അവനെ നോക്കിയാൽ ഇങ്ങോട്ട് ആകർഷിച്ച് വായി വെള്ളം വരുത്തുവാനുള്ള ഒരു മാഗ്നറ്റിക് പവർ അവനുണ്ട്. അവനങ്ങ് പിടിച്ചെടുക്കും. പ്രൈസലോ. യേശു കർത്താവ് പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞു, ലൂക്കാ 21, മാനവരാശിയെ അവസാന നാളുകളിൽ 3 പിശാചുക്കളെ നമ്മെ പിടികൂടും. അതിലൊന്നാം മദ്യാസക്തി. ശരിയാണോ? ക്രൈസ്തവ കുടുംബങ്ങളിൽ പരിശുദ്ധമായ ദിനങ്ങളിൽ മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം, വിവാഹം, പരിശുദ്ധമായ ദിനങ്ങളിൽ ഈ ചെകുത്താൻ സ്ഥാനം പിടിച്ചിരിക്കുക. ദൈവജനമേ, നമ്മുടെ സന്തതിയുടെ നാശം കാണാതിരിക്കണമെങ്കിൽ ഈ ചെകുത്താനെ വീട്ടിൽ നാട്ടിപ്പായിക്കണം. ഇനിയും പുതിയ നിയമത്തിൽ ഒന്നുണ്ടല്ലോ, തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ടല്ലോ, വയറ്റുവേദന ഉള്ളതുകൊണ്ട് ഇച്ചിരി കുടിച്ചോളാൻ. വായിച്ചിട്ടുണ്ടല്ലോ, പറയാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയുന്നു, നിന്റെ ഉദരരോഗത്തെ പ്രതി അല്പം വീഞ്ഞ് ഉപയോഗിക്കുക. എന്താ അങ്ങനെ എഴുതാൻ കാരണം? 1, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉദരരോഗത്തിന്റെ ഒരു മരുന്നായിരുന്നു അല്പം വീഞ്ഞ് എന്ന് അന്നല്ലേ എഴുതിയത്? അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉദരരോഗത്തിനൊരു മരുന്നായിരുന്നു അല്പം വീഞ്ഞ്. മരുന്ന് വീഞ്ഞാണെങ്കിൽ അങ്ങ് കുടിച്ചാ പോലെ എഴുതണോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തിമോത്തി, ഉദരരോഗം ഉണ്ടായിട്ടും ഞാൻ വീഞ്ഞു തൊടുകയില്ല എന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് അവന്റെ പാസ്റ്ററും ആത്മീയ പിതാവുമായ പൗലോസ് പറഞ്ഞു, ഇത് മരുന്നാണല്ലോ, നീ ഉദരരോഗിയല്ലേ, രോഗം മാറട്ടെ, അല്പം വീഞ്ഞ് ഉപയോഗിക്കുക. പ്രൈസലോ. അതുകൊണ്ട് ആരും, ഉദരരോഗമുള്ളവരാരും ഇന്ന് ഇതിന്റെ പുറകെ പോകണ്ട. ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചു, ഒന്നാന്തരം മരുന്നുണ്ട്. മങ്കുർണി കിങ്കുർണിയുടെ ഒന്നും പുറകെ. ഇവിടെ മങ്കുർണി എന്നാണോ? ഞങ്ങൾ മലബാറിൽ പോകുമ്പോൾ അവിടെ പറഞ്ഞ മങ്കുർണി എന്നാ. ഇവിടെ എന്നാ പറയും? വ്യക്തിമാർക്കൊക്കെ അറിയാവുന്നതൊക്കെ പറയുന്നു. കിങ്ങ ഏതും ആകട്ടെ, അതിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഒന്നാന്തരം മരുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഞങ്ങളുടെ ധ്യാനം 2 കൂടിക്കോ, കർത്താവ് രോഗശാന്തി തരും. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസലോ. ധ്യാനം തുടങ്ങിയ 2-ാം ദിവസമല്ലേ ആയുള്ളൂ, 1.5 ദിവസം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? ധ്യാനം തുടങ്ങിയേ ഉള്ളൂ. ഇനി ആള് പോരട്ടെ, കർത്താവ് ആള് കൂടുന്തോറും കൃപ ചൊരിയും. ഇനിയും ഈ മദ്യത്തിന്റെ ദോഷവശം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ സംഗതി പറയാം. ഒരിക്കലെ ഒരൽമേനി, എന്നെപ്പോലുള്ള ഒരൽമേനി, അച്ഛനല്ല, ഒരൽമേനി ധ്യാനം പ്രസംഗിക്കാൻ ഒരു ധ്യാനത്തിന് പോയി. ഒരു ധനികനായ മനുഷ്യൻ ധ്യാനം കൂടി മദ്യപാനം നിർത്തി. മദ്യപാനം നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ധനികനായ മദ്യം നിർത്തിയ പുള്ളിക്ക് ഒരാഗ്രഹം, ധ്യാനിപ്പിച്ച വ്യക്തിയുടെ കൂടെ ഒന്ന് വേളാങ്കണ്ണിക്ക് പോകണം. നല്ല ആഗ്രഹം അല്ലേ? 2 പേരും കാറ് പിടിച്ച് ഈ ധനികന്റെ ചെലവിൽ കുടുംബസമേതം വേളാങ്കണ്ണി പോയി ലോഡ്ജിൽ താമസിക്കുമ്പം, ഞാനല്ല കേട്ടോ, വേറൊരാൾ പോയ കാര്യമാണ്. ധനികനായ മനുഷ്യൻ ആ അൽമേനി ധ്യാനഗുരുവിനോട് ചോദിച്ചു, ബിയർ കുടിക്കുന്ന പാപമാണോ
ബിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അൽമേനി ധ്യാനഗുരു 2000 വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലെ പാരമ്പര്യത്തിലേക്ക് ഉയർന്നോട്ട് പറഞ്ഞു, ബിയർ കുടിക്കുന്നൊന്നും പാവമല്ല, വെറും വെള്ളമെന്നാ പറയുന്നത് കുടിയന്മാര് ബിയറിന് കേട്ടോ, അത് കുടിക്കുന്നൊന്നും പാവമല്ലെന്ന് ഈ അൽമേനി ധ്യാനഗുരു പറഞ്ഞു കൊടുത്തു. 2 പേര് ഓരോ കുപ്പി ബിയർ അടിച്ചു. അൽമേനി ധ്യാനഗുരു പിന്നെ കുടിച്ചില്ല. ചുരുക്കി പറയാം, ആ കുടി നിർത്തിയ ധനികനായ മനുഷ്യൻ ആ ഒരു കുപ്പി ബിയറെ തുടങ്ങിയതാ ഇന്നും മദ്യത്തിന് അടിമയാണ്. പ്രൈസലോ. അതുകൊണ്ട് ഈ അല്പം എന്നും പറഞ്ഞ് ആര് വിചാരിക്കുന്നുവോ അവൻ അതിന് അടിമയാണ്. പ്രൈസലോ. ഇനിയും പറയട്ടെ, പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, നമ്മൾ ക്രിസ്ത്യാനിയുടെ കാര്യം പറയുക, ക്രിസ്ത്യാനി ആരാണെന്ന് കേൾക്കണം. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ, വിശ്വാസിയുടെ വേഷം കെട്ട് നമ്മളെപ്പോലുള്ളവർ നിങ്ങളെ സന്മാർഗത്തിൽ നിന്നും പാപത്തിലേക്ക് നയിക്കുന്നവളോ, പരദൂഷകനോ, പരദൂഷണം പറഞ്ഞുകൊണ്ട് വരുന്നവനോ, മദ്യപനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പോലും പാടില്ല. ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കണമല്ലോ അങ്ങനെയാണെങ്കിലല്ലേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗൗരവത്തിൽ ഭാര്യമാരെ ഉപേക്ഷിക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഉപേക്ഷിക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യില്ലേ കേട്ടോ. ബൈബിളിൽ അധികം പ്രസംഗിച്ചോ പറഞ്ഞായിരുന്നു മദ്യപാനിയാണ് ഉപേക്ഷിച്ചോളായിരുന്നു പറഞ്ഞേക്കല്ലേ കേട്ടോ, ഇങ്ങനൊന്നും വ്യാഖ്യാനിക്കില്ലേ. അപ്പോൾ എന്താ, അത്രയ്ക്ക് ദൈവരാജ്യത്തിന് വെളിയിലാക്കുന്ന ഒരു പാപമാണ് മദ്യപാനമെന്ന് എടുത്തു കാണിക്കുക. പ്രൈസലോ. ഇതിന് ദോഷമുണ്ടായ 2 കുടുംബങ്ങളുടെ അവസ്ഥ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്, ഒരിക്കല് ഒരു ഭർത്താവ് സന്ധ്യാസമയത്ത് ഒരു ഭർത്താവും അവന്റെ ഭാര്യയും കൂട്ടുകാരനും ഒന്നിച്ച് മദ്യപിക്കാനിരുന്നു. എന്നോട് പറഞ്ഞ വസ്തുതയാ. നേരം വെളുത്തപ്പം ഈ ഭർത്താവ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, 3 പേരും ഒരു കട്ടിലിൽ കിടക്കുന്നു, വ്യാജവേഷം കെട്ടി ചെകുത്താനാണ് മദ്യം. മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരെ, ദൈവമുള്ളവരെ, ഈ ചെകുത്താനെ നമ്മുടെ വീട്ടിൽ കയറ്റരുതേ. ഒരു ഭർത്താവ് കുടിയും കഴിഞ്ഞ് ഒരു കുപ്പിയും കൊണ്ട് വീട്ടിൽ പോകും. ആർക്കതറിയാമോ? ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്. കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? വൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കാണുകയല്ലോ അല്ലേ. പ്രൈസലാ. അപ്പം ഒരു കുപ്പി കള്ളും കൊണ്ട് വീട്ടിൽ പോകും. ആദ്യമൊക്കെ ലില്ലിക്കുട്ടി പറയും, എനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട, കുടിയടി ലില്ലിക്കുട്ടി, നീ കുടിപ്പിച്ചു. ലില്ലിക്കുട്ടി അങ്ങോട്ട് കുടിച്ചു. കുറെ കഴിയുമ്പോൾ ലില്ലിക്കുട്ടിക്ക് ഇതില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല, കൊണ്ടുപോകാറോ താനെ. വൈകിട്ട് ബഹളമായി. അവസാനം സാമ്പത്തികമായിട്ട് തകർന്നു. ഇത് വേണ്ട, ലില്ലിക്കുട്ടിക്ക് ഉറക്കം വരത്തില്ല, അത് ഞാൻ ആരെങ്കിലും വളച്ചു കുടിച്ചോളും. ലില്ലിക്കുട്ടി അടുത്തുള്ള ഷാപ്പുകാരനുമായിട്ട് ഒട്ടി. ചുരുക്കി പറയാം, ആ വീട്ടിലെ പെൺപിള്ളേരെ തീരാത്ത അപമാനം പേറി നാട്ടിൽ വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. ഇതാണ് ഈ ചെകുത്താൻ, മദ്യം. അവനെ വീട്ടിൽ കയറ്റിയാൽ അനുഭവിക്കേണ്ടി വരും. ഇത് യേശുക്രിസ്തു പറഞ്ഞു, അവസാന നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ കാർന്നിന്നാൻ പോകുന്ന 3 വിശാലികളൊന്നാണ് മദ്യാസക്തി. യേശുക്രിസ്തു പറഞ്ഞു. പ്രൈസലോ. കൈയുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കൈയുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദേശത്തെ വിശുദ്ധിയിൽ നിറയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ വേഗം വരയണമേ. കർത്താവേ, തകർന്ന കുടുംബങ്ങളെ ഉണർത്തുവാൻ, ജ്വലിപ്പിക്കുവാൻ കർത്താവേ വേഗം വരയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരദൂഷകരും എന്നാ പാവ പരദൂഷണം. എന്നിട്ട് നോക്കിക്കേ ചെറുത്തിമാരെ, പരദൂഷണം ശാപദോഷമാണ്. പരദൂഷണം ആരുടെ പണിയാ? ഇന്നാളൊരു ചേടുത്തി ചാടി എണീറ്റേച്ചും പറഞ്ഞത് സ്ത്രീകളുടെ പണിയാന്ന്. ഞാൻ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു. പരദൂഷണം ആരുടെ പണിയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം, കേട്ടോണം. പരദൂഷണം ഞാര് പറയുന്നുവോ അവരെ ഈ പറയാൻ പോകുന്ന ആളിന്റെ പണിയാ ചെയ്യുന്നത് കേട്ടോ. ഇത് വായിക്കാം. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. അമ്പുരാനെ, ഇതെവിടാ യുദ്ധം മജി?
നമ്മുടെ വീട്ടിൽ യുദ്ധം ഉണ്ടാകുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോ? എവിടാ യുദ്ധം? സ്വർഗത്തിൽ. പിന്നെ പള്ളിയിലുണ്ടായ കുഴപ്പമുണ്ടോ? അല്ലേ? സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. ആര് തമ്മിലാന്ന് നോക്കണം? മിഖായേലും അവന്റെ ദൂതന്മാരും. അതാരുടെ പാർട്ടിയാ? കർണാകരന്റെ. പിന്നെ ആരുടെയാ? ദൈവത്തിന്റെ പാർട്ടി അല്ലേ? അടുത്തത് അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. ആരാ ഈ സർപ്പം? ആ വലിയ സർപ്പം, സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം, ചെകുത്താനും മാലാഖായും തമ്മിൽ യുദ്ധമുണ്ടായി. ആര് ജയിച്ചു? എന്നാൽ സർപ്പം പരാജിതരായി. സർപ്പവും കൂട്ടരും പരാജിതരായി. ഇവിടെ പറയുന്നു ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ അന്നേരം നേരത്തെ അവരെവിടായിരുന്നു? സ്വർഗത്തിൽ. ജോബിന്റെ പുസ്തകം വായിക്കുന്നുണ്ടല്ലോ, നീ ചെകുത്താനെ നീ എവിടുന്ന് ഞാൻ ഉലകം ചുറ്റിയിട്ട് വരികയാ. അന്ന് അവന് സ്വർഗത്തിലും ഭൂമിയിലും സ്ഥാനം ഉണ്ടല്ലോ പണ്ട്, ഇതിനു മുമ്പ്. അന്ന് എന്റെ നീതിമാനായ ജോബിനെ കണ്ടോ? കണ്ടു. അങ്ങ് അവനെല്ലാം കൊടുത്തിരിക്കുക, പിന്നെ എങ്ങനെ അവൻ അങ്ങേ ദുഷിക്കാതിരിക്കുന്നു പറഞ്ഞില്ലേ? ആ ചെകുത്താൻ അന്ന് സ്വർഗത്തിലുണ്ടായിരുന്നു. സ്വർഗത്തിൽ നീ ഇതോടുകൂടി അവന്റെ സ്ഥലം നഷ്ടപ്പെട്ടു. എങ്ങോട്ട് വീണു? എവിടെ വീണു? ഭൂമിയിൽ. എന്ന് പറഞ്ഞാൽ അവൻ മായത്തും വീണ് കിടപ്പുണ്ട്. ശരിയല്ലേ? അവൻ ഭൂമിയിലേക്ക് വീണെന്ന് പറഞ്ഞാൽ അവന്റെ ദൂതന്മാരെ മായത്തും അമ്പൂരിയിലും വാഴിച്ചാലും എല്ലാം കിടപ്പുണ്ട്, ഇല്ലേ? നോക്കട്ടെ ഇവന്റെ പണി എന്താണെന്ന് വായിക്കാൻ പോവുക. 10-ാം വാക്യത്തിന്റെ അവസാനം സ്വർഗത്തിൽ അവന്റെ ജോലി എന്തായിരുന്നെന്ന്. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും. ജോലി എന്താ? നമ്മുടെ വെളിപാട് യോഹന്നാൻ പറയുകയാ, വെളിപാട് യോഹന്നാന്റെ സ്വർഗത്തിലെ സഹോദരരെ, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും. ഇപ്പൊ സ്വർഗത്തിൽ എന്നായിരുന്നു പണി അവന്റെ? സ്വർഗത്തിലെ വിശുദ്ധരെ ദുഷിച്ചു പറയുക. എന്താണെന്നറിയാവോ? ഉദാഹരണം പറയാം. മോശയെ അറിയാവോ? അവനെ അങ്ങ് കയറ്റി വെച്ചിരിക്കുകയല്ലേ? അവനല്ലേ പണ്ടൊരുത്തനെ കൊന്നത്? ശരിയല്ലേ? ശരിയല്ലേ ചേട്ടാ? അല്ലേ? ചേർത്തി പള്ളി വരുമ്പം ഇവളെന്നാ പുണ്യാളത്തിയായെന്ന് എനിക്കറിയാം. ആരാ ഈ പറയുന്നത്? ചെകുത്താനാ. ഈ ചെകുത്താനെ വിളിക്കല്ലേ കേട്ടോ, ഇടിക്ക് വിളിച്ച കേട്ടോ, മനുഷ്യരാരെയും വിളിച്ചേക്കല്ലേ. നമ്മൾ ക്ലാസ് എടുക്കുമ്പം ചെകുത്താനാണ്. ഇവിടെ പറയുന്നു നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവന്റെ ജോലി ദൈവസമക്ഷം നമ്മുടെ സഹോദരനെ പഴി പറയുക. മോശ ഉദാഹരണം പറഞ്ഞു. മോശയല്ലേ ഒരുത്തനെ കൊന്നത്? ശരിയല്ലേ? പശ്ചാത്തപിച്ചതല്ലേ? പശ്ചാത്തപിച്ച് യേശു സ്വീകരിച്ചു. പക്ഷേ ചെകുത്താൻ ഇന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? സ്വർഗത്തിൽ. രണ്ടാമത് പറഞ്ഞു, മോശയോ? അവനാണ് ഇസ്രായേലിനെ നയിച്ചവൻ. അവനല്ലേ പണ്ട് ബൈബിൾ വലിച്ചെറിഞ്ഞവൻ? ശരിയല്ലേ അമ്മേ? ബൈബിൾ വലിച്ചെറിഞ്ഞല്ലേ? സിസ്റ്റർ പേടിച്ചു അമ്മയെന്ന് വിളിച്ചപ്പേ. ബൈബിൾ വലിച്ചെറിഞ്ഞല്ലേ മോശ? വായിച്ചിട്ടില്ല. ആ മോശ മലയെന്ന് ബൈബിളുമായിട്ട് ഇറങ്ങി വരിക. 10 കൽപ്പനകൾ ദൈവപ്രമാണം ബൈബിളുമായിട്ട് ഇറങ്ങി വരുമ്പം ഇസ്രായേലിനും കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുക. മോശ കരിശം വന്ന് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു, ഇല്ലേ? അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ തൊടില് സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായപ്പോൾ അവൻ താഴെ വീണു. അവൻ ഭൂമിയിലുണ്ട്. അവന്റെ ജോലിയാ പരദൂഷണം. മനസ്സിലായോ അമ്മച്ചി? അമ്മായി അമ്മയ്ക്കെതിരെ, മരുമകൾക്കെതിരെ, അയൽക്കാർക്കെതിരെ, അച്ഛനും കന്യാസ്ത്രീമാർക്കെതിരെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ദൂഷണം പറയുകയും ദൂഷണം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ പരദൂഷകരെ ദൈവരാജ്യത്തിന് വെളിയിൽ ശാപദോഷവാ. അച്ഛന്മാർക്ക് പണിയായി, ഇല്ലേ? അമ്മയ്ക്ക് ചിരി വരുന്നു, അമ്മച്ചിമാർക്ക് ചിരി വരുന്നു. ശരിയാ മോനെ, ഈ പരദൂഷണം ഇല്ലെങ്കിൽ അങ്ങനെ ജീവിക്കും, അല്ലേ? പരദൂഷണം ശാപദോഷ. മദ്യപാനിയുടെയും വ്യഭിചാരിയുടെയും പിടിച്ചുപറികാരന്റെയും കൂടപ്പറപ്പ. ഇനി അടുത്തത് പരദൂഷകരും പിന്നെ കവർച്ചക്കാര്. എന്തോന്നാ കവർച്ച എന്ന് പറഞ്ഞാൽ? കൊള്ളസംഘം നടത്തുന്ന ഞങ്ങൾ ആരും ഇല്ലെന്ന് വേണേ പറയാം, അല്ലേ? എന്താ ആർക്കറിയാം? നമ്മളെ അറിയാം, അല്ലേ? വലിയ മാന്യന്മാരൊക്കെയാ, അല്ലേ? മസ്താന്മാരൊക്കെ ആയിട്ട് കളിക്കുന്നത്. പ്രൈസലോ. അപ്പോൾ എന്താ കവർച്ച? അന്യായമായിട്ട് പിടിച്ചെടുക്കുക. ഉദാഹരണം 50 രൂപ